വാർ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഇതുവരെ കണ്ട വാർ മൂവീസിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അല്ലാതെ വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മനിയിലുള്ള 4 യുവാക്കൾ ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ജോയിൻ ചെയ്തതിനു ശേഷമുള്ള അവരുടെ ജീവിതവുമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ സിനിമയെ പറ്റി ഒറ്റ വാക്കി പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് വേൾഡ് വാർ മൂവീസ് ഐ ഹവ് സീൻ ഇൻ മൈ ലൈഫ്. ഇതിലെ വിഷ്വൽസ്, ഇതിലെ സൗണ്ട്, കാസ്റ്റിംഗ്, എഡിറ്റിംഗ് എല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന 4 ക്യാരക്ടേഴ്സും വളരെ കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിലത്തെ മെയിൻ ലീഡർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷനിലൂടെ വാറിൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റിയും ആ ഒരു നിസ്സഹായതയും ആ ഒരു ട്രോമയൊക്കെ നമുക്ക് വളരെയധികം നന്നായിട്ട് കണക്ട് ആവും. നോർമലി വേൾഡ് വാർ മൂവീസ് സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഏത് കണ്ട്രിയുടെ POV നിന്നാണോ കഥ പറയുന്നത് അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നത്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഇതിൽ കാണാൻ സാധിക്കില്ല. ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇതിൻ്റെ ഷെയ്ഡിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ഹോണ്ടിങ്ങും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസ് ഈ സിനിമയിലുണ്ട്. യുദ്ധത്തിൻ്റെ ഇടയിൽ നിസ്സഹായതയോടെ യുദ്ധം ചെയ്യേണ്ടി വരുന്നവർ, തൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. വേൾഡ് വാർ മൂവീസ് ബേസ് ചെയ്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് വേൾഡ് വാറിൻ്റെ ഡിസ്ട്രക്ഷനും അതിൻ്റെ ഒരു ട്രോമയും എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് പറയുന്ന ഒരു കിടിലൻ സിനിമയാണ് ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്.